ഹരേ കൃഷ്ണ. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഭഗവാനോട് കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പരാതികൾ, വീടില്ല, പിന്നെ ജോലിയില്ല, മക്കളെ കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. അതൊക്കെ ശരിയാക്കി തരണേ, എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണേ എന്നൊക്കെ ആയിരിക്കും. ആകെ കിട്ടുന്ന ഒരു 2-3 സെക്കൻഡായിരിക്കും കണ്ണൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയം. നമ്മളെ പറ്റി കൃഷ്ണൻ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? നിൻ്റെ ഒരു കാര്യം അതായിരിക്കും അല്ലേ. നമ്മൾക്ക് ആകെ കിട്ടുന്നത് കുറച്ച് സമയമാണ് ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ. ആ സമയത്ത് നമ്മൾക്ക് വേറെ എന്തൊക്കെ ചോദിക്കാം? കൃഷ്ണന് മുന്നിൽ പോയിട്ട് ചോദിക്കാം, കണ്ണാ നിനക്ക് സുഖമാണോ? നീ ഈ ഇത്രയും ആളുകൾ പരിഭവം പറയുമ്പോൾ നിനക്ക് ബോറടിക്കുന്നുണ്ടോ? നീ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു നോക്കൂ. ഭഗവാൻ നിങ്ങളുടെ കൈയും പിടിച്ച് ഓടും. എന്നിട്ട് നിങ്ങൾ ഏറ്റവും മനസ്സിലാഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി, വൃന്ദാവനം പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് വേണുഗാനം കേൾപ്പിച്ച് തരും, പാട്ട് പാടിത്തരും, ഡാൻസ് ചെയ്തു തരും. നിങ്ങൾക്കും കളിക്കാം കൃഷ്ണൻ്റെ കൂടെ. എന്ത് രസമായിരിക്കും അല്ലേ. അല്ലാതെ നമ്മളെപ്പോഴും പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുകയല്ല വേണ്ടത്. ഭഗവാൻ അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? എല്ലാം ഭഗവാൻ അറിയില്ലേ? നമ്മൾ പറഞ്ഞിട്ട് വേണോ ഭഗവാൻ ഇതൊക്കെ അറിയാൻ? അത്ര മണിക്കൂറുകൾ നിന്നാണ് നമ്മൾ കണ്ണനെ കാണുന്നത്. അപ്പോൾ കണ്ണുകൾ അടച്ചു പിടിച്ച് നമ്മുടെ ഉള്ളിലെ വേവലാതികളൊന്നും പറയണ്ട. കണ്ണുകൾ തുറന്ന് പിടിക്കുക. കണ്ണൻ്റെ ആ സുന്ദര രൂപം കാണുക. സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കണ്ണനെ കണ്ണിറയെ കാണുക. കരയാം. എന്തിന്? കണ്ണിനെ കണ്ട സന്തോഷത്തിൽ കരയാം. അല്ലാതെ നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങൾ പറഞ്ഞ് കരയരുത്. നിങ്ങൾക്ക് വീടും ഉണ്ടാവും, നല്ല ജീവിതമുണ്ടാവും, മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും. പക്ഷെ അത് ഭഗവാനോട് പറയേ വേണ്ട. ഭഗവാൻ അറിയാം എല്ലാ കാര്യങ്ങളും. നമ്മൾ പറഞ്ഞിട്ട് ഒന്നും ഭഗവാൻ അറിയണ്ട. നമ്മളത് പറയുമ്പോൾ ഭഗവാൻ ഉള്ളിൽ ചിരിക്കുകയും ചെയ്യുക. നീ പറഞ്ഞിട്ട് വേണം ഞാനിതൊക്കെ അറിയാൻ? എന്താ എനിക്കറിയില്ലേ എന്നല്ലേ ചോദിക്കുക. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഭഗവാൻ അറിയാം. നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളുടെ ദോഷങ്ങളായിട്ടാണ് നമ്മൾ ഈ ജന്മം വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ പാപങ്ങളൊക്കെ നമുക്ക് തീരണ്ടേ? തീർന്നാലല്ലേ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റൂ. ഈ ഭൂമിയിലൊരു മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചിലർ പറയും ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുറേ വലിയ വീടുണ്ടാവുക, സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കുക, പിന്നെ അങ്ങനെ ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. ഭൗതിക സുഖങ്ങൾ, അതിനാണ് ഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷെ അതല്ല ഭാഗ്യം. അത് വെറും ഭൗതിക സുഖങ്ങൾ മാത്രമാണ്. ഏത് സമയത്തും നശിച്ചു പോകാവുന്ന കുറച്ച് അല്ലേ, അത്രയല്ലേ ഉള്ളൂ. പരാതികളൊന്നും പറയണ്ട. കണ്ണനെല്ലാം അറിഞ്ഞു തരും. ഇത്ര ദൂരം നമ്മൾ പോയി ഇത്രയും ക്യൂ നിന്ന് കൃഷ്ണനെ കാണുമ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും ഒരു പരാതിയും പറയണ്ട. എല്ലാം ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. ഒരു ചെറിയ പുല്ല് പോലും ഇളകണമെങ്കിൽ ഭഗവാൻ അറിഞ്ഞിട്ടേ നടക്കൂ. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങളാണോ അറിയാത്തത്? കുറേ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ ജന്മം നമ്മൾ വരുന്നത്. അപ്പോൾ ആ പാപങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറും. നമ്മൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കൊരു ചാഞ്ചാട്ടമുണ്ടാവും. ഇത് ഭഗവാന് സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂർത്തികളെടുത്ത് പോകണോ എന്നൊക്കെയുള്ളൊരു സംശയം വരും. അങ്ങനെ സംശയിക്കാനേ പാടില്ല. ഒരു വിധത്തിലും സംശയിക്കാൻ പാടില്ല. ഭഗവാൻ തന്നെ അടിയുറച്ച് വിശ്വസിക്കുക. ഇതെൻ്റെ ഭഗവാൻ മാറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം മാത്രം മതി. അത് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നാമം എപ്പോഴും മനസ്സിലുണ്ടാവുക. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനായി കണ്ട് ചെയ്യുക. ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.